ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 2 ഉള്ളിലാണെപ്പോഴും ഉന്മതാൻ എന്ന പോൽ. ഈ യൂണിറ്റിൽ VKNന്റെ റെസിഡന്റ് എഡിറ്റർ എന്ന ആക്ഷേപഹാസ്യ കഥ, PN ഗോപികൃഷ്ണന്റെ അന്നന്നത്തെ മോക്ഷം എന്ന ആക്ഷേപഹാസ്യ കവിത, വിജയകുമാർ ബ്ലാത്തൂറിന്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള തേൻ എന്ന സിനിമാ പഠനം എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് VKNന്റെ റെസിഡന്റ് എഡിറ്റർ എന്ന കഥയാണ്. യൂണിറ്റിന്റെ ആമുഖം നോക്കാം. കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ്. KA ജയശീലൻ സമാഹരിച്ച കവിതകൾ. എന്താണ് ഈ വരികളിലൂടെ ജയശീലൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കണ്ണിനെ കാണുന്നില്ല, അല്ലേ? നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കാണാൻ സാധിക്കുന്നത് നമ്മുടെ കണ്ണുള്ളത് കൊണ്ടാണ്, കാഴ്ചയുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ കണ്ണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് ആ കണ്ണിൻ്റെ വലുപ്പം അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം ഒന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മുടെ കണ്ണിനെ നാം അറിയുന്നത് നാം കാണുന്ന കാഴ്ചകളിലൂടെയാണ്. നമ്മുടെ കണ്ണ് നമുക്ക് എത്രമാത്രം പ്രധാനമാണ് എന്ന് നാം തിരിച്ചറിയുന്നത് നാം കാണുന്ന കാഴ്ചകളിലൂടെയും ആ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന അനുഭവങ്ങളിലൂടെയുമാണ്. പഴമക്കാർ പറയാറുണ്ട്, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന്. കാരണം നമ്മുടെ മുന്നിലുള്ള സത്യങ്ങളെ സത്യങ്ങളായും കള്ളങ്ങളെ കള്ളങ്ങളായും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് കാഴ്ചകളാണ്. നമ്മുടെ സ്വന്തം കണ്ണിൻ്റെ കാഴ്ചകൾ കൊണ്ട് മാത്രമേ എന്തിനേയും ശരിയെന്നും തെറ്റെന്നും സത്യമെന്നും മിഥ്യയെന്നും നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കണ്ണിനെ കാണാനുള്ള കഴിവ് മാത്രം കണ്ണിനില്ല എന്നാണ് ജയശീലൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ചിത്രത്തെ വരികളുമായി ബന്ധപ്പെടുത്തി ആശയങ്ങൾ കുറിക്കുക എന്നൊരു ചോദ്യവും അവിടെ കാണാം. നോക്കൂ, എന്താ അവിടെ കാണുന്നത്? കണ്ണിനുള്ളിൽ ഒരു ക്യാമറ, അല്ലേ? അല്ലെങ്കിൽ കണ്ണാടിക്കകത്ത് ഒരു ക്യാമറ. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ ക്യാമറ നമ്മുടെ കണ്ണാണ്. നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ കാഴ്ചകളെയും ഒപ്പിയെടുക്കുന്ന, തിരിച്ചറിയുന്ന, സൂക്ഷിച്ചു വെക്കുന്ന, ഓർമ്മകളായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ക്യാമറയാണ് നമ്മുടെ കണ്ണ് എന്നാണ് അർത്ഥം. അതിന് വേണ്ടത് വേണ്ടാത്തത്, കാണാൻ പാടില്ലാത്തത്, അതിനെയൊന്നും വേർതിരിക്കാനുള്ള ശേഷിയില്ല, അല്ലേ? നമുക്ക് വേണ്ടെങ്കിലും ചില കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ പെട്ടുപോകാറുണ്ട്. കാണണമെന്ന് ആഗ്രഹിക്കുന്ന പല കാഴ്ചകളും കാണാൻ പറ്റാതെ വരാറുമുണ്ട്. പക്ഷേ കാണാൻ കഴിയുന്ന എല്ലാ കാഴ്ചകളെയും നമ്മുടെ തലച്ചോറിൽ ഓർമ്മകളായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഉപകരണമായിട്ട് തന്നെ നമുക്ക് എന്തിനെ കാണാം? കണ്ണിനെ കാണാം എന്നാണ് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇനി മറുവശത്തേക്ക് നോക്കൂ, അവിടെ എന്താണ് കാണുന്നത്? കണ്ണ് കുത്തി പൊട്ടിച്ചിരിക്കുന്നു, അല്ലേ? എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്തകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയോ കാണുന്ന കാഴ്ചകളെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കാഴ്ചകളായി വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പല കാഴ്ചകളുടെയും സത്യം എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും അവർ കാട്ടിത്തരുന്ന കാഴ്ചകളെ സത്യമെന്ന് കരുതി നാം ഇന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന കാഴ്ചകളെ നാം ഇന്ന് എന്ത് ചെയ്യുന്നു? സത്യമെന്ന് കരുതി വിശ്വസിക്കുന്നു. നമ്മുടെ സ്വന്തം കണ്ണിൻ്റെ കാഴ്ചയെ നാം എന്ത് ചെയ്തിരിക്കുന്നു? തീർത്തും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നാം കണ്ണു തുറന്നു വെച്ചാൽ നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ സത്യമായി തന്നെ കാണാനുള്ള കഴിവുണ്ട്. പക്ഷേ നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ കാഴ്ചയെ നിർണ്ണയിക്കാനുള്ള അവകാശം സമൂഹ മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. നമുക്കിനി പാഠഭാഗത്തിന്റെ വായനയിലേക്ക് കടക്കാം. റെസിഡന്റ് എഡിറ്റർ എന്ന ആക്ഷേപഹാസ്യ കഥയുടെ വിശകലനവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. നമുക്ക് പാഠഭാഗത്തിന്റെ വായനയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പുറത്തുചാടി കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു. നമുക്കിതിനെ ഇന്നത്തെ പത്രസംസ്കാരവുമായും അല്ലെങ്കിൽ മാധ്യമ സംസ്കാരവുമായും ബന്ധപ്പെടുത്തി
വായിക്കാവുന്നതാണ്. പല രഹസ്യങ്ങളും, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല രഹസ്യങ്ങളും പല കാര്യങ്ങളും മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന പല കാഴ്ചകളെയും നമുക്ക് കാണിച്ചു തരുന്നത് മാധ്യമങ്ങളാണ്, അല്ലേ? ഒളിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു സത്യം പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ആ മാധ്യമം എന്ത് ചെയ്യുന്നു? ഇതുവരെ കാണാതിരുന്ന എല്ലാ കാഴ്ചകളെയും നമ്മുടെ മുന്നിലേക്ക് ഘോഷയാത്ര പോലെ ഒന്നിനു പിറകെ ഒന്നായി അഴിച്ചുവിടുന്നു. നിങ്ങളൊക്കെ വാർത്തകൾ കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളോ സാമൂഹ്യ മാധ്യമങ്ങളോ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വാർത്ത വരുന്നു, അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വാർത്തകൾ പിന്നീട് വന്നുകൊണ്ടേയിരിക്കുന്നു. ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്താണ്? എന്നോ എവിടെയോ ഒളിച്ചു വെക്കപ്പെട്ട ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു വാർത്ത പുറത്തു വന്നതിൻ്റെ അനന്തരഫലങ്ങളാണ് നാം കാണേണ്ടി വരുന്നത്. ഒരു കള്ളനെ പിടിച്ചു, അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനെ പിടിച്ചു എന്ന് വരുമ്പോൾ പിന്നീട് അയാളുമായി ബന്ധപ്പെട്ട മറ്റു കുറ്റകൃത്യങ്ങൾ, അയാളുടെ ചരിത്രം, ഇതെല്ലാം പിന്നീട് വാർത്തകളായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത എന്താണ്? ആ കുറ്റം ചെയ്ത വ്യക്തിയാണ് ഒളിച്ചു വെക്കപ്പെട്ടിരുന്നത്. അയാൾ പുറത്തു വന്നതോടുകൂടി അയാളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിരന്തരം വാർത്തയാകുന്ന ഒരു കാഴ്ച. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ഈ കഥ വായിച്ച് അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്താണ് നമ്മൾ പോകുന്നത്. പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക. സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. അപ്പോൾ നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ആരാണ്? വെങ്കടേശ അയ്യങ്കാർ. അയാൾ എന്ത് ചെയ്യുകയായിരുന്നു? അയാൾ പുണ്യതീർത്ഥ സ്വാമികൾ എന്ന പേരുള്ള ഒരാളുടെ പത്രസ്ഥാപനത്തിൽ റിപ്പോർട്ടറായി ജോലി ചെയ്ത് വരികയായിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കോടതി പരിസരത്തൊക്കെ നടന്ന് അവിടെ കാണുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയെടുത്ത് ആ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കിട്ടിയോ, ആരെയൊക്കെ എന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ആരെയൊക്കെ ജീവപര്യന്തം വിധിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചെടുത്തുകൊണ്ട് വന്ന് വാർത്തയാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു ജോലി. മറ്റൊരു ജോലി കൂടി അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. എന്താണത്? സന്ധ്യയ്ക്ക് മാമ്പലത്തെ കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന ഒരു പ്രഭാഷണ പരമ്പരയുണ്ട്, ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേട്ടിട്ട് വന്ന് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ദിവസവും അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതുക. ഇങ്ങനെയുള്ള 2 ജോലികളാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത്. നോക്കൂ, എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേശന് കുണ്ഠിതമായി. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാഴവട്ടം 10-12 വർഷക്കാലമായിട്ട് ഇതേ ജോലി തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല എന്നോർത്തിട്ട് അദ്ദേഹത്തിന് കുണ്ഠിതമായി, അഥവാ സങ്കടമായി. സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തന്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ്. തന്നേക്കാൾ ജൂനിയറായ ഒരുപാട് പേര് ജോലിക്ക് വന്നതിന് ശേഷം തന്നേക്കാൾ മുകളിലുള്ള ജോലികളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഇതിനൊക്കെ എത്രയോ മുൻപ് ഈ സ്ഥാപനത്തിൽ വന്നയാളാണ്, എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് അദ്ദേഹത്തിന് നല്ല വിഷമം തോന്നി. അങ്ങനെ വെങ്കടേശൻ മനംനൊന്തിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഈ വെങ്കടേശന്റെ മനോവിഷമകാലത്താണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. വെങ്കടേശന്റെ ഭാഗ്യത്തിന് അധികം വൈകാതെ ശാസ്ത്രി നഗരത്തിൽ വന്നു. അതൊരവസരമായിരുന്നു, എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. അപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഔദ്യോഗിക പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. ആ പരിപാടികളൊക്കെ നടന്നു കാണുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്ന ജോലിയിലേക്ക് നമ്മുടെ അയ്യങ്കാർ നിയോഗിക്കപ്പെട്ടു. അപ്പോൾ സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയെ നാം എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുക? ശ്രീമാൻ എന്നും ശ്രീ എന്നും ഒക്കെ ബഹുമാനം കൊടുത്തായിരിക്കും പറയുക. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിയെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് തയ്യാറാക്കിയിരുന്നത്. പത്രസ്വാമിക്ക് ബഹുസന്തോഷമായി. മുൻകൂറായി ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് അദ്ദേഹം വെങ്കടേശനെ പ്രോത്സാഹിപ്പിച്ചു.
അപ്പോൾ വെങ്കടേശന്റെ സമർത്ഥമായിട്ടുള്ള ജോലി കണ്ടിട്ട് പത്രസ്വാമികൾക്ക്, അതായത് പുണ്യതീർത്ഥ സ്വാമികൾക്ക് ബഹുസന്തോഷമായി. അദ്ദേഹം മുൻകൂറായിട്ട് തന്നെ നമ്മുടെ വെങ്കടേശന് കുറച്ച് പൈസ ശമ്പളത്തിൽ കൂട്ടിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു. 6 മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു. അപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് കുറച്ചു നാളത്തേക്ക് അയ്യങ്കാർ വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഴയതുപോലെ സങ്കടം തിരിച്ചു വന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്ന് കാണുക, പറയുക. അങ്ങനെ ഒരുപാട് കാലമായി ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആ സങ്കടം പത്രത്തിന്റെ ഉടമസ്ഥനെ അറിയിക്കാൻ തന്നെ, പത്രസ്വാമിയെ അറിയിക്കാൻ തന്നെ നമ്മുടെ അയ്യങ്കാർ തീരുമാനിക്കുകയാണ്. എന്താണ് അദ്ദേഹം അവിടെ പോയി പറയാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം. ഇല്ലെന്നെ രാജിവെക്കുന്നു. മന്നിക്കണം. എന്താണ്? എനിക്ക് ഉടനെ തന്നെ ചീഫ് റിപ്പോർട്ടറായിട്ട് പ്രൊമോഷൻ തരണം. 10-12 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ തന്നെ പ്രൊമോഷൻ തരണം. തന്നില്ലെങ്കിലോ ഞാൻ ഇവിടെ നിന്ന് രാജിവെച്ച് പോകുമെന്ന് ഒരു ഭീഷണിയും കൂടെ മുഴക്കിയതിന് ശേഷം അവസാനം മന്നിക്കണം എന്ന് പറഞ്ഞാൽ മാപ്പാക്കണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പോയേ തീരൂ എന്ന് പറയാൻ കരുതി കൂട്ടിയാണ് നമ്മുടെ അയ്യങ്കാർ പത്രസ്വാമിയുടെ വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേന്നു കാലത്ത് തിരുപ്പതി തമ്പുരാന്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. വസതി, വീട് കേട്ടോ. ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾദ്വരൈ സ്വാമി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ സഹായത്തിനായി നിൽക്കുന്ന ജോലിക്കാരന്റെ പേരെന്താണ്? വാൾദ്വരൈ സ്വാമി. വാൾദ്വരൈ സ്വാമി പറഞ്ഞു, നമ്മുടെ പത്രസ്വാമി വീടിന്റെ മുകളിലത്തെ നിലയിലാണ് എന്ന്. കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൽസേഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്ക് കുരച്ചു ചാടുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കണേ. കോണി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെയർ കേസ് എന്നുള്ള അർത്ഥമാണ്. അത് കയറാൻ വേണ്ടി വീടിനകത്തേക്ക് കടക്കുമ്പോൾ ആ കോണിയുടെ പുറകിൽ നിന്ന് ഒരു പട്ടി കുരച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി. പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്ക് കുരച്ചു ചാടിയെന്നാണ്. നിരായുധൻ എന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്തവൻ. പട്ടി വരും എന്ന് നമ്മുടെ അയ്യങ്കാർ നേരത്തെ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ പട്ടിയെ ഓടിക്കാനായിട്ട് ഒരു കല്ലോ വടിയോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിരായുധൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിമിഷാർത്ഥം ശങ്കിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് ശിങ്കത്തിന്റെ മുഖത്തെറിഞ്ഞ് കോണി കയറി. നിമിഷാർത്ഥം, ഒരു നിമിഷത്തിന്റെ പകുതി പോലും, 1/2 സെക്കൻഡ് പോലും എടുത്തില്ല. അദ്ദേഹം അപ്പോൾ തന്നെ എന്തു ചെയ്തു? ഉടുത്തിരുന്ന മുണ്ടഴിച്ച് പട്ടിയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ശിങ്കത്തിന്റെ എന്ന് പറഞ്ഞിരിക്കുന്ന പട്ടിയാണ് കേട്ടോ. വളരെ വീര്യത്തോടു കൂടി കുരച്ചു ചാടുന്നത് കൊണ്ടാണ് ആ പട്ടിയെ ഇവിടെ ശിങ്കം അഥവാ സിംഹം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു നിമിഷത്തെ ഞെട്ടലിനകത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഉടുത്തിരുന്ന മുണ്ടഴിച്ച് ആ പട്ടിയുടെ തലയിലേക്ക് എറിഞ്ഞിട്ട് വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നു. കൗപീനവും ഷഡ്കോട്ടും തലപ്പാവും ധരിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്താൻ. എന്താണ്? മുണ്ടഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തൊക്കെ വേഷമാണ് അദ്ദേഹത്തിനുള്ളത്? കൗപീനം എന്ന് പറഞ്ഞാൽ കോണകം എന്നാണ് അർത്ഥം കേട്ടോ. ഷഡ്കോട്ട്, ഷർട്ടും ഇട്ടിട്ടുണ്ട്, അതിന്റെ പുറത്തൊരു കോട്ടും ഉണ്ട്. പിന്നെ തലയിൽ തൊപ്പിയും വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുമാത്രമില്ല? ഉടുമുണ്ട് മാത്രമില്ലാതെ തന്റെ മുന്നിൽ നിൽക്കുകയാണ് ആര്? വെങ്കടേശൻ, നമ്മുടെ പത്രസ്വാമിയുടെ മുൻപിൽ. അദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ പട്ടി അവിടെ കിടന്ന് ഉഗ്രമായിട്ട് ഉറക്കെ കുരയ്ക്കുന്നുമുണ്ട്. നോക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നിന്താൻ എന്ന് പറഞ്ഞാൽ അവൻ നിന്നു എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. പത്രസ്വാമി നിന്നു. പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി. വെങ്കടേശന്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ചു നുറുക്കിയിടുകയാണ്. അപ്പോ പ്രാണരക്ഷാർത്ഥമാണ് വെങ്കടേശൻ മുണ്ടുപോലും ഉപേക്ഷിച്ച് ഓടി മുകളിലേക്ക് കയറിയതല്ലേ. തിരിച്ചിറങ്ങുമ്പോഴേക്കും പട്ടി എന്ത് ചെയ്തു കഴിഞ്ഞു? ആ മുണ്ടിനെയൊക്കെ കുറേശ്ശെ കീറി പറിച്ച് അവിടെ ഇട്ടിരുന്നു. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നാ വേണം? അപ്പോ ഇവരെ രണ്ടുപേരെ മാറി മാറി കൂടെ നിൽക്കുന്ന ഭൃത്യനെയും നോക്കിയിട്ട് പത്രസ്വാമി ചോദിക്കുകയാണ്, ഉനക്ക് എന്നാ വേണം? നിനക്ക് എന്താണ് വേണ്ടത്? ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് നീ എന്നെ കാണാൻ വരണമെങ്കിൽ നിനക്ക് എന്തോ ആവശ്യമുണ്ടല്ലോ. എന്താണ് ആ ആവശ്യം എന്ന് ചോദിക്കുന്നു. വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. അതിരാവിലെ ഈ പട്ടിയുടെ ആക്രമണവും സഹിച്ച് മുടുമുണ്ട് പോലും ഇല്ലാതെ ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ കാരണം എനിക്ക് ചീഫ് റിപ്പോർട്ടർ ആകണം എന്ന ആവശ്യം കൊണ്ടാണ് എന്ന് പറയുന്നു. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക്
അത് ரொம்ப ചിന്ന പോസ്റ്റ്. വേറെന്നാ വേണം? അപ്പൊ എന്താ പറയുന്നത്? പ്രത്യുൽപ്പന്നമതി. പ്രത്യുൽപ്പന്നമതി എന്ന് പറഞ്ഞാൽ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ കഴിവുള്ളയാൾ. പട്ടി കുരച്ചുകൊണ്ട് മുന്നിലേക്ക് ചാടി വന്നപ്പോൾ നിരായുധനായിരുന്ന വെങ്കടേശൻ എന്താ ചെയ്തത്? ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പട്ടിയുടെ മുഖത്തേക്ക് ഉടുമുണ്ടെറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് മൈൻഡിനെയാണ് ഇവിടെ പ്രത്യുൽപ്പന്നമതി എന്ന് പറഞ്ഞിരിക്കുക. വേണ്ടത് വേണ്ട സമയത്ത് തന്നെ ചെയ്യാനുള്ള കഴിവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കഴിവുള്ളവനും കൊതിയനും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പോസ്റ്റിന് വേണ്ടി അദ്ദേഹം വളരെ നാളായി ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിനക്ക് ഇപ്പോൾ നീ ആവശ്യപ്പെട്ട ചീഫ് റിപ്പോർട്ടർ എന്നുള്ള പോസ്റ്റ് വളരെ ചെറുതാണ്, വേറെന്ത് വേണം എന്ന് ചോദിക്കും. അപ്പോൾ വെങ്കടേശൻ പറയുന്നു, നിങ്ങൾ കൽപ്പിച്ചാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. പത്രസ്വാമി ഉത്തരവായി, ഇന്ത നിമിഷം മുതൽ സെത്തുപോകും വരേക്കും നീ നമ്മ പത്രത്തോടെ റെസിഡന്റ് എഡിറ്റർ. എന്താണ്? ഇന്ത നിമിഷം മുതൽ, ഈ നിമിഷം മുതൽ, സെത്തുപോകും വരേക്കും, മരിച്ചു പോകുന്നിടം വരെ നീ എൻ്റെ പത്രത്തിൻ്റെ റെസിഡന്റ് എഡിറ്ററാണ്. റെസിഡന്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നയാളാണ്. അദ്ദേഹത്തിനു കീഴിൽ ആ പത്രസ്ഥാപനത്തിലെ നിരവധി റിപ്പോർട്ടർമാരും എഡിറ്റർമാരും ഒക്കെ ജോലി ചെയ്യുന്നുണ്ടാകും. അങ്ങനെയുള്ള ഒരു പോസ്റ്റിലേക്ക് ആര് നിയമിച്ചു? പത്രസ്വാമി വെങ്കടേശനെ നിയമിച്ചു. നമുക്ക് ഈ കഥയുടെ മൊത്തത്തിലുള്ള വിശകലനം ഒന്ന് നോക്കാം. വെങ്കടേശൻ വളരെ ആത്മാർത്ഥമായി പണി ചെയ്തു വരുന്ന ഒരാളാണ്. എന്നിട്ടും അയാൾക്ക് കിട്ടുന്ന ജോലികൾ എങ്ങനെയുള്ളതാണ്? ചെറിയ ചെറിയ കേസുകൾ കണ്ടുപിടിക്കുക, ആ കേസിന് പിന്നിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ മാത്രമേ വെങ്കടേശന് കിട്ടുന്നുള്ളൂ. ആ ഇടയ്ക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി നഗരത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം വെങ്കടേശന് നല്ലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അതിലൂടെയും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടിയും ചെറിയ ഇൻക്രിമെന്റ് കൊടുത്തതല്ലാതെ പത്രസ്വാമി അയാൾക്ക് അർഹിക്കുന്ന ഒരു പ്രമോഷനോ ഒന്നും തന്നെ കൊടുത്തില്ല. ഒടുവിൽ അയാൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മൗനം വെടിഞ്ഞ് ഒരു നാണക്കേടും വിചാരിക്കാതെ ആവശ്യം തുറന്നുന്നയിക്കാമെന്ന് കരുതി പത്രസ്വാമിയുടെ വീട്ടിലെത്തുന്നു. അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ്. ഒരു ഭീകരനായ പട്ടി അയാളുടെ നേർക്ക് എന്ത് ചെയ്യുന്നു? കുരച്ച് ചാടുന്നു. ആ നിമിഷം തന്നെ പ്രാണരക്ഷാർത്ഥം അയാൾ മുണ്ടുരിഞ്ഞ് അതിൻ്റെ തലയിലേക്കിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും കോണകത്തോടുകൂടി കയറി ചെന്ന് സ്വാമിയെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കഴിവിൽ നിന്ന് അതുവരേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് കഴിവിനെ ഒന്നും മാനിക്കാതെ പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയുന്ന, അതായത് എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന, വേണ്ടത് വേണ്ടപ്പോൾ ചിന്തിച്ച് ചെയ്യാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ മാനിച്ചുകൊണ്ടാണ് അവസാനം പത്രസ്വാമി അയാൾക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത ജോലികൾക്കല്ല ഇവിടെ ശരിക്കും പ്രൊമോഷൻ കിട്ടിയത്. ഈ ഒരു നിമിഷത്തെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, വിചാരിക്കാതെ വന്നു ചേർന്ന ഒരു ആപത്തിനെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിനെ മുൻനിർത്തിയാണ് സ്വാമി ഇവിടെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണല്ലേ? അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കണമായിരുന്നെങ്കിൽ എപ്പോൾ കൊടുക്കണമായിരുന്നു? നല്ല നല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആ വാർത്ത വളരെ നല്ല രീതിയിൽ കവർ ചെയ്തപ്പോൾ കൊടുക്കേണ്ടിയിരുന്ന പ്രൊമോഷൻ എപ്പോഴാണ് കൊടുത്തത്? ഒരു പട്ടിയെ ഗംഭീരമായി നേരിടുമ്പോഴാണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സംഭവത്തിൻ്റെ വൈരുദ്ധ്യമാണ് ഈ കഥയുടെ പ്രധാനപ്പെട്ട പ്രമേയമെന്ന് മനസ്സിലാക്കുക. 50 കഥകൾ VKN. തുടർന്ന് ഈ അധ്യായത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളാണ് നൽകിയിരിക്കുന്നത്. ഇവ കൃത്യമായി നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാനും പഠിക്കാനും ശ്രദ്ധിക്കുക. ഇവയെ മുൻനിർത്തി നിങ്ങളുടെ സ്വന്തം ഉത്തരങ്ങൾ രൂപീകരിക്കാനും പരിശീലിക്കുക. നന്ദി.